Hey guys, it's vlogging time. It's Sunday morning. It's Sunday കുറച്ച് ലിപ്സ്റ്റിക് തരാമോ? കുറച്ച് ലിപ്സ്റ്റിക് തരത്തുള്ളൂ. Give me some lipstick. Guys, ഞാൻ മുഖം പോലും കഴുകിയിട്ടില്ല. അങ്ങനെ വെക്കാതെ. Guys, ഞാൻ പല്ലുപോലും ചോദിച്ചിട്ടില്ല. അതിന് മുന്നേ oh my god, it's crazy. അയ്യേ, എന്തൊരു ലിപ്സ്റ്റിക്കാടാ ഇത്? ശ്ശേ. പല്ലൊക്കെ എന്തിനാ ലിപ്സ്റ്റിക് ഇടുന്നതെന്ന് ചോദിച്ചാൽ because As a vlogger, as a vlogger and camper, I want always to be so looking good. ലിച്ചു റെഡി ആയടാ? ലിച്ചു റെഡി ആയാ? പണ്ട് എൻ്റെ മൈൻഡിൽ എപ്പോഴും ഗൈസ് നമുക്ക് കുറേ പുറത്ത് പോയി ഫുഡ് കഴിക്കണം, കറങ്ങാൻ പോകണം, അതിന് വേണ്ടി മാത്രമുള്ള ദിവസമാണ് സൺഡേ പള്ളിയിൽ പോയിട്ട് വന്നത്. പക്ഷേ മിക്ക ആഴ്ചകളിലും അതൊന്നും നടക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ ഗൈസിക്ക് എന്താണ് ഇപ്പോൾ വേണ്ടത്? ഫോട്ടോ എടുത്ത് തരണം അല്ലേ? ഓക്കെ ഗൈസ്, ഞാനൊരു ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. ബിക്കോസ് സൺഡേ ഡിസേർവ്സ് എ സെൽഫി. നേരെ നിൽക്കേ, മുടിയൊക്കെ സെറ്റ് ചെയ്. കൊള്ളാം, അടിപൊളി. ഈ ചപ്പലാണ് ഇട്ടിട്ട് പോകുന്നത്? ഓക്കെ ഫൈൻ. ഇതാണ് പോസ്റ്റ്. നേരെ നിൽക്ക്, ഫോട്ടോ എടുക്കണമെങ്കിൽ നേരെ നിൽക്കേ. ഓക്കെ 8 മണിയായി. പള്ളി പോകണ്ടേ ചാ? ചായ കുടിച്ചിട്ട് എണീക്കുന്ന സമയം. ഹെയർ കട്ട്. നീ വേറെ ഹെയർ സ്റ്റൈൽ ആയിരുന്നല്ലോ, ഇങ്ങനെ ആയത്? നീ എന്താ മാറ്റിയത്? രാവിലെ വേറെ രീതിയിലാണല്ലോ സെറ്റ് ചെയ്തത്. പോടാ, നല്ല അച്ഛൻ രാവിലെ സെറ്റ് ചെയ്ത ഹെയർ നല്ല അടിപൊളി അല്ലായിരുന്നാ? റെഡിയായ ഇറങ്ങ്. 8 മണിക്കുള്ള ക്യാരിസ് 8:30 ആകുമ്പോഴാ പോണത്. ഇറങ്ങിച്ചു ഗൈസ്. സാറ്റർഡേ സൺഡേ മാത്രമാണ് അച്ഛൻ വീട്ടിലുള്ളത്. അപ്പം അതിന്റെ ഫണ്ണാണ് ഈ കാണുന്നത്. ലിച്ചു മതി, വന്നിട്ട് കളിക്കാൻ പോ. സമയം ഇറങ്ങ. ബൈ. അത് ഇങ്ങോട്ട് പോവാ, ഇറങ്ങി സമയമില്ല. ഇറങ്ങ. ക്രിഞ്ച് വീഡിയോ അടിക്കുന്ന ഇങ്ങനെ പിടിച്ചിരിക്കണം. നീ ഇങ്ങനത്തെ ക്രിഞ്ച് വീടാല. ബൈ. ഓടിപ്പോ. ടാറ്റാ. ഒന്നും മറന്നില്ല. കച്ചതിന് പോകാനും പള്ളിയിൽ പോകാനും ഒക്കെ തിരക്കാം. അപ്പം സൺഡേ മോർണിംഗ് ഇറ്റ്സ് ഓൾവേസ് ഗ്രേറ്റ്. ഇനിയിപ്പോൾ 1/2 മണിക്കൂർ കൂടെ ഉണ്ട് പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/2 മണിക്കൂർ നമുക്ക് ചെറുതായിട്ടൊന്ന് ചിറ്റാറ്റാം ഗൈസ്. അപ്പം ഞാൻ ഏത് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എനിക്ക് വരുന്ന ആദ്യത്തെ ഫീലിംഗ് എന്താണെന്ന് അറിയാമോ? ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അടിപൊളി, ഐ എം ഗോയിങ് ടു മേക്ക് എ ഗുഡ് വീഡിയോ എന്നൊക്കെ ഉള്ള ഭയങ്കര ഫീലിംഗാണ്. പക്ഷേ ഒരു പകുതി എത്തുമ്പോൾ ഗൈസ് എൻ്റെ കോൺഫിഡൻസ് അങ്ങനെ പോകും. ഇപ്പം എനിക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട്. ലൈക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ, എൻ്റെ മുഖം കണ്ടത് കച്ചറായിട്ടിരിക്കുന്ന ലൈക്ക് ഐ എം നോട്ട് പെർഫെക്റ്റ് എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് എനിക്ക് വരാറുണ്ട് ആക്ച്വലി. അങ്ങനെയുള്ള സമയത്ത് മിക്കപ്പോഴും ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാറുള്ളതാണ് പതിവ്. ലൈക്ക് അങ്ങനെ ഒരുപാട് കണ്ടന്റ് ഞാൻ പകുതി വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി ഞാനത് ചെയ്യില്ല ഗൈസ്. കാരണം ഐ റിയലൈസ്ഡ് ആ ഒരു തോട്ട് ഇസ് സോ ഡേഞ്ചറസ്. ലൈക്ക് നമ്മളെ ലൈഫിൽ പല കാര്യങ്ങളും ചെയ്യാൻ നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു തോട്ടാണത്. സോ ഐ എം നോട്ട് ഗോയിങ് ടു ഫോൾ ഫോർ ഇറ്റ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിരിക്കും ഗൈസ് സക്സസ്ഫുള്ളി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ എന്ത് ലൈഫിൽ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും നമുക്ക് ഒരു ഫീലിംഗ് വരുവാണ്. സോ am I good enough to do this? എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ, എനിക്ക് പറ്റിയ പണിയാണോ എന്നൊക്കെ തോന്നുവാണെങ്കിൽ ജസ്റ്റ് തിങ്ക് നോ വൺ ക്യാൻ ബി പെർഫെക്റ്റ് ഇൻ ദിസ് വേൾഡ്. ഒരു കാര്യങ്ങളും ഒരു മനുഷ്യർക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. സോ ജസ്റ്റ് ഡു യുവർ തിങ്. That's it. What's up? Hair okay now? Please look at my husband. Yeah.
ഓക്കെ അല്ലേ? പോവാം. വടിക്കല്ല, ഷേപ്പ് ചെയ്യാം. പോവാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചേർച്ച്. അപ്പം കെസിയ ട്യൂഷന് പോകാൻ പോവുക, മാസമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഇനി എത്ര മണിക്ക് വരും? എത്ര മണി വരെ ഉണ്ട് ട്യൂഷൻ? മൈ ഗോഡ്, 3 മണി വരെ. എന്തെങ്കിലും സ്നാക്സ് പപ്പ മേടിച്ചിട്ട് വരുവേ കേട്ടോ. ഓക്കെ, ഓക്കെ ഗൈസ്, ഐ നെവർ തോട്ട് ഐ വിൽ ബി ഇൻ ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. കെസിയുടെ 200 കിലോ ഉള്ള ബാഗ് ഞാനാണ് ഗൈസ് തൂക്കിക്കൊണ്ട് നടക്കുന്നത്. കെസിയുടെ ഫ്രീ ആയിട്ട് ബാക്കിൽ കൂടെ നടന്നത്. 3 ബുക്കിനാണ് ഗൈസ്, 3 ബുക്കിനാണ് കെസി ഇത്രയും വെയിറ്റ്. ടു ഹെവി. ഇത് ചർച്ചിൽ നിന്ന് കെസിയുടെ സ്കൂളിലോട്ട്, കെസിയുടെ ട്യൂഷൻ ക്ലാസ്സിലോട്ട് പോകാനുള്ള ഷൂട്ട്. മൈ ഗോഡ്, ഇതിലെ കൂടെ ഞാൻ അങ്ങനെ വരാറില്ല. പക്ഷേ കെസിയ ഈ വഴി കൂടെ വരണ്ട. ദിസ് ഇസ് ഭയങ്കര ലൈക്ക് ഡാർക്ക് സീൻ ഗൈസ്. ഇപ്പോൾ വരും പപ്പ വാങ്ങിക്കുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഗൈസ്, അവിടെയാണ് കെസിയുടെയും ലിയോൻ്റെയും ട്യൂഷൻ ക്ലാസ് വരുന്നോ. ഓക്കെ, പപ്പയുടെ ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുന്നു. അപ്പം ഇവിടുന്ന് കെസിയുടെ സ്നാക്ക് പിക്ക് ചെയ്തിട്ട് കെസി ട്യൂഷന് പോകും, നമ്മൾ വീട്ടിൽ പോകും. പപ്പ വരുന്നു, ഒന്ന് നോക്കട്ടെ. പപ്പയാണോ വരുന്നത്? ആണോ? ഓക്കേ, പപ്പയും എന്തോ ലിയോണെന്തോ വരുന്നു. അതായത് കോട്ടയം കുഞ്ഞച്ചനാ. ബിസ്ക്കറ്റ് മേടിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ അച്ഛാ? ഓക്കെ, ബൈ 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 ബൈ. ഐ അച്ഛാ, അവരൊക്കെ ഓൾറെഡി വന്ന് ട്യൂഷൻ ക്ലാസ്സിൽ. ബൈ ഗസി. അപ്പം നമ്മൾ പോകാൻ നേരം ബീഫെല്ലാം കുക്ക് ചെയ്ത് വെച്ചിട്ടല്ലേ പോയത്. അപ്പം ഇനി അത് കറിയാക്കണം. പിന്നെ ചപ്പാത്തിയാണ് രാവിലെ. ചപ്പാത്തി ആൻഡ് ബീഫ് കറിയാണ് രാവിലത്തെ സ്പെഷ്യൽ. സോ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ചപ്പാത്തി ആരും പരത്തണേ, ചപ്പാത്തി പരത്തണം, ഞാൻ കറി ഉണ്ടാക്കാവേ. ലിയോൺ ചപ്പാത്തി പരത്ത്. ഐ ഡോണ്ട് കെയർ. പഠിച്ചിട്ട് അല്ല, ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. കറി എന്റെ പേരിൽ വരണം, ക്രെഡിറ്റ്. അപ്പൊ രാവിലെ ഇനി അതിന്റെ ഒന്നും ഇല്ല ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ലിയോണ് പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഇല്ല. ഇറ്റ്സ് മാൻഡേറ്ററി. ഹി ഹാസ് ടു ഹെൽപ്പ് ഹാഫ് ആൻ അവർ. ഗായ്സ്, നമ്മുടെ വീട്ടിലേക്ക് പിള്ളേരുണ്ടല്ലോ, അത്യാവശ്യം നമ്മൾ ഹെൽപ്പ് ചെയ്യിപ്പിക്കണം വീട്ടിൽ. അല്ലെങ്കിൽ നാളെ, പ്രത്യേകിച്ച് ബോയ്സിനെ കേട്ടോ, അല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലും പെൺപിള്ളേരോടെ കെട്ടിച്ചു വിടുമ്പോഴത്തേക്ക് അത് ഭയങ്കര സീനാവും, അവർക്ക് തലവേദനയാവും. അപ്പോൾ വീട്ടിലെ ബോയ്സിനെ നമ്മൾ എപ്പോഴും, ഇനി എത്ര ബിസിനെ എന്ത് ചെയ്യാനുണ്ടെങ്കിലും എത്ര പഠിക്കാനുണ്ടെങ്കിലും അവർ നമ്മളെ കുറച്ച് കിച്ചണിൽ ഹെൽപ്പ് ചെയ്യണം. ദാറ്റ് ഇസ് സോ മാൻഡേറ്ററി. ഓക്കെ, എൻ്റെ അച്ഛൻ കിച്ചണിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തള്ളലാന്ന് തോന്നും. അല്ല ഗൈസ്, ഉള്ളതാണ്. ഹീ ഈസ് സോ ഹെൽപ്ഫുൾ. ഉണ്ടോ? അതെ. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി എൻ്റെ സ്കിൻ കെയർ ആണ് ഗൈസ്. ഞാനൊരു പപ്പായ ഫേഷ്യൽ ചെയ്യാൻ പോവാണ് വിത്ത് ഫ്രഷ് പപ്പായ. വാ, ഈ ഒരു പഴുത്ത പപ്പയ്ക്കാണ് നമ്മളത് പറിക്കാൻ പോവുക. പറ്റുമോ വെച്ചാൽ താഴെ വീണ് പൊട്ടുമോ? ഷെറ്റ്, പൊട്ടിയാ? പപ്പയ്ക്ക് വീഴുന്ന സീൻ എടുത്തില്ല ബേബി, ഫോക്കസ് ഔട്ടായിപ്പോയി. അപ്പോൾ പപ്പയ്ക്ക് ഒന്നുകൂടെ മേളിൽ കയറ്റാൻ പറ്റുമോ? ഇതിപ്പോൾ ഒത്തിരി പൊക്കത്തിൽ നിന്നുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റാതിരുന്ന. അച്ഛാ, ഞാൻ വിചാരിച്ച എൻ്റെ ഫോൺ മേളിലോട്ട് തന്നെ ഇരിക്കുകയാണ്. അതാണ്ട് ഇവിടെ വീണത് പഴുത്തത് ഇവിടെ വീണത്. നോക്കി വെച്ച. അപ്പം അച്ഛൻ പറിച്ച പപ്പായ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇത് കഴിക്കാൻ. പിന്നെ കുറച്ചെടുത്ത് നമ്മൾ ബോത്ത് കൂടി വാരി തേക്കണം ഗൈസ്. പപ്പായ
പപ്പായ ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പപ്പായ സ്മാഷ് ചെയ്തിട്ട് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കും, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ കഴുകട്ടയും. അതാണ് നമ്മുടെ പപ്പായ ഫേഷ്യൽ. അപ്പോൾ അകത്ത് നിന്നത് ഈ സംഭവമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫ്ലോർ മൊത്തം ചീത്തയാവും. അതുകൊണ്ട് ഞാൻ അത് പുറത്ത് വന്നതാണ് ഇതെല്ലാം തേച്ച് പിടിപ്പിക്കുന്നത് ഗൈസ്. മൊത്തം ഒരു 10-15 മിനിറ്റ്സ് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് 2 കൈ വെച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു കയ്യിൽ എൻ്റെ ഫോൺ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു കൈ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ, ഹാഫ് ആൻ അവറിൽ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയും. സോ ലുക്ക് അറ്റ് മൈ സ്കിൻ ഗൈസ്. യൂഷ്വലി ഐ ഡു ദിസ് കൈൻഡ് ഓഫ് എന്താ പറയുന്ന ഫേസ് പാക്ക്. ലുക്ക് അറ്റ് മൈ സ്കിൻ. എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് നല്ലത്. അപ്പോൾ ദിസ് ഇസ് ഇറ്റ് ഫോർ ടുഡേ. അപ്പം നമുക്ക് നാളെ ഭയങ്കര അടിപൊളിയായിട്ടൊരു ഭയങ്കര എക്സൈറ്റിംഗ് കണ്ടന്റ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാണ് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യേണ്ടുള്ളത്. അപ്പം ടുമോറോ ദർ വിൽ ബി എ സൂപ്പർ എക്സൈറ്റിംഗ് വീഡിയോ, ഒരു ഭയങ്കര അടിപൊളി വീഡിയോ ഗൈസ്. കാണാൻ മറക്കില്ല. അപ്പോൾ സീ യു ടുമോറോ. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ് ഗൈസ്. നിങ്ങൾ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. സീ യു ടുമോറോ.